ചെസ് നമ്പർ KP07. സഹൃദയ സദസ്സിനെ എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. മാനിഷാദക ഉയരട്ടെ, മൗനം വിട്ടുയരട്ടെ, പുതിയൊരു ആത്മികമുടയട്ടെ, നവ മാനിഷാദ ഉയരട്ടെ, പുതിയൊരു ആത്മികമുടയട്ടെ, നവ മാനിഷാദ ഉയരട്ടെ. മനുഷ്യ മനസ്സുകൾ പ്രക്ഷുബ്ധമാക്കുന്ന ആസുരമായ ഈ കാലത്ത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വില്യം ഷെയറോണിന്റെ സോഫീസ് ചോയ്സ്. 40കളിൽ പോളണ്ടിലാണ് കഥ നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ അങ്കോണങ്ങളിൽ പിച്ച വെച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കി. എങ്ങും നിസ്സായുടെ വിശ്വാസങ്ങൾ, മരണത്തിന്റെ ഞരക്കങ്ങൾ. പോളണ്ടിലെ കത്തോലിക്കൻ തെരുവിൽ ഒരു ഫ്ലാറ്റിൽ രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. ആരോ ആ കുഞ്ഞിനെ മൃദുവായി ശകാരിക്കുന്നുണ്ട്. അതെ, അത് സോഫിയുടെ വീടാണ്. സോഫി, അതിസുന്ദരിയായ കത്തോലിക്കൻ യുവതി. ഹിറ്റ്ലറുടെ കഷ്ടപ്പാടുകൾ സ്വന്തം ഭർത്താവിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, പൊലിയുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരിപ്പോ സോഫി. പക്ഷേ വിധിയുടെ കൈകൾ തഴുകുമ്പോൾ അത് വിധിയോ തീമഴയാകുന്നു. സോഫിക്കിപ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. തന്റെ മക്കൾ ജാൻ, ഇവ മൂത്തവൻ ജാൻ, ഇളയവൾ ഇവ. ജാൻ മിടുക്കന, അച്ഛനെ പോലെ. ഇവ കുറുമ്പുകാരിയാ. എന്നാൽ എന്താ, മാലാഖയുടെ ചന്തം. അത് മാത്രം മതിയല്ലോ. പക്ഷേ ഇവരെ എങ്ങനെ വളർത്തും? ഒരു കഷ്ണം റൊട്ടി പോലും എങ്ങും കിട്ടാനില്ല. പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത്തരുടെ കഷ്ടപ്പാടുകൾ ജൂതന്മാരെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. അമ്മേ, വിശക്കുന്നമ്മേ, ഇവ നിലവിളിച്ചു. മോള് കരയരുത്, അവര് കേട്ടാ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. അമ്മേ, ഇല്ല അമ്മേ, എനിക്ക് വിശക്കുന്നമ്മേ, ഞാനിപ്പോ ചത്തുപോകും. എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നമ്മേ. കയ്യിൽ നിന്ന പാവക്കുട്ടി അവൾ ചുംബിച്ചു. സോഫി കുട്ടികളെ രണ്ടുപേരും മാറോട് ചേർത്തു. എന്റെ സ്വപ്ന നിറങ്ങളിൽ വിരിയും മോഹപുഷ്പങ്ങളല്ലോ, എന്റെ നീലാകാശം നൽകിയ നിത്യതാരങ്ങളല്ലോ, നിത്യതാരങ്ങളല്ലോ. ബഹളം വെക്കരുത്, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത കാലമാ. വാ, രണ്ടുപേരും ഉറങ്ങാൻ നോക്ക്. ആ കുട്ടികൾ തളർന്നു കിടന്നു. വൃദ്ധയായ വല്യമ്മയുടെ ഞരക്കം മാത്രം കേൾക്കാം. നിമിഷങ്ങൾ ഇടഞ്ഞു നീങ്ങി. സോഫിയേ, വല്യമ്മ, സോഫിയുടെ ഭർത്ത മാതാവ്. എടി സോഫിയേ, എനിക്ക് വിശക്കുന്നടി, എനിക്ക് എന്നെ തിന്നാത്ത. അമ്മേ, ബഹളം വെക്കരുത്, അമ്മാരെ കണ്ടാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. ഏതവന്മാരാണ് പിടിച്ചോണ്ട് പോകാൻ? ഇത് നമ്മുടെ വീടല്ലേ അമ്മേ. നിരത്ത് മുഴുവൻ പട്ടാളവും പോലീസുമാ. അവര് കണ്ടാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. അത് നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിടിച്ചോണ്ട് പോകാൻ. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. വല്യമ്മയ്ക്ക് കണ്ണുമുക്കുമില്ല. പോളണ്ടിലെ ജൂതന്മാരെ മുഴുവൻ ഹിറ്റ്ലർ മഡഗാസ്കറിലേക്ക് കടത്തുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടു വീണു പോയി
അഴിഞ്ഞാടി. ഒടുവിൽ മട്ടും പരിസവും ചോര തളം കെട്ടി. ഒടുവിൽ അത് നേർത്തു നേർത്തു നിലച്ചു. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. സോഫി കണ്ണുകൾ തുറച്ചു. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? ഇവ ഓടി വന്നു. വിശന്നിട്ടാണോ? എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നു അമ്മേ. ഇന്നലെയും പാവക്കുട്ടി ഒന്നും കഴിച്ചില്ല. അമ്മേ, പൊന്നു മോളെ, വെള്ളം വെക്കരുത്. അമ്മ എങ്ങനെയെങ്കിലും നാളെ മോക്ക് ഇറച്ചിയും റൊട്ടിയും കൊണ്ടുതരാം. എനിക്ക് വേണടി റൊട്ടി. തള വീണ്ടും വളർന്നു. എനിക്ക് വേണടി, കൊണ്ടാടി, കൊണ്ടോ. അമ്മേ, വെള്ളം വെക്കരുത്. ഇറച്ചി എന്ന് പറഞ്ഞ് വെള്ളം വെക്കരുതമ്മേ. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇറച്ചി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ജർമ്മൻ പട്ടാളക്കാർക്ക് മാത്രമുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് ഇറച്ചി പോലുള്ള വസ്തുക്കൾ വിലക്കിയിരിക്കുന്നു. എനിക്ക് കൊണ്ടാടി, എനിക്ക് വിശക്കണ്ടടി. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. വിശപ്പിന്റെ ഭ്രാന്ത്. വാതിലാരോ മുട്ടുന്നു. അമ്മേ, മിണ്ടരുത്. വീണ്ടും മുട്ട്. അവൾ ഭീതിയോടെ വാതിൽ തുറന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ അവൾ നടുങ്ങി നിറച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉള്ളിലേക്ക് കയറി. എന്താണ് നിന്റെ പേര്? സോഫി. ഓ, ആ യൂണിവേഴ്സിറ്റി പോസ്റ്ററുടെ മകൾ അല്ലേ? അതെ, ഞങ്ങൾ ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളാ. നിന്നോട് ആര് ചോദിച്ചു? അതോടൊപ്പം മുഖമടിച്ചൊരു അടി വീണു. അവരുടെ മുടിക്കുത്തിൽ പിടിച്ച് ഉദ്യോഗസ്ഥൻ പൊക്കി പിടിച്ചു. എന്നിട്ട് ടോർച്ച് വെളിച്ചത്തിൽ അവളെ ചുറ്റുമൊന്ന് നോക്കി. കൊള്ളാം, കൊള്ളാം. സപ്തസമുദ്രം മിഴിയിലൊതുക്കിയ പെണ്ണെ, സാധരാഗം കവിളിൽ ചാർത്തിയ പെണ്ണെ, നിന്നെ താലി ചാർത്തിയതേതൊരു പുരുഷൻ ഭാഗ്യവാൻ. വലിച്ചെടുപ്പിച്ചു. ബഹളം കേട്ട് വല്യമ്മ തപ്പിത്തടഞ്ഞെത്തി. സോഫിയ, എന്താ അവിടെ? നീ ഇറച്ചി തരുന്നു പറഞ്ഞിട്ട് അനധികൃതമായി നീ മാംസം കടത്തിയല്ലേ? പുറത്തു നിന്ന ജർമ്മൻ സേനകൾ അകത്തേക്ക് ആ ഫ്ലാറ്റിലേക്ക് ആകെ അരിച്ചു പിറക്കി. എവിടെ ഇറച്ചി? ഇവള് കൊണ്ടാച്ചതാ സ്വാഫി. അവളെയും കുട്ടികളെയും ജർമ്മൻ സൈനികർ താഴേക്ക് വലിച്ചെറിച്ച് കവചിത വാഹനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തെന്തു മോഹങ്ങൾ, എന്തെന്തു സ്വപ്നങ്ങൾ, എന്തിനീ ജീവിത സഫലതകൾ. വല്യമ്മ ശബ്ദം കേട്ട് താഴേക്കിറങ്ങി. എന്റെ കൂടെ കണ്ടിരുന്ന കാലന്മാരെ. വല്യമ്മ തപ്പിത്തടഞ്ഞ് മുകളിലത്തെ സ്റ്റെയർകേസിൽ നിന്ന് താഴെ കുരുണ്ടു വീണു. സോഫി എത്തിയ തടവറയിൽ നൂറുകണക്കിന് തടയറുകൾ, വൃദ്ധകൾ, കുട്ടികൾ, വനിതകൾ, എല്ലാം ജൂതവിരോധികളായ ക്രിസ്ത്യാനികൾ. തടങ്കൽ പാളയത്തിലെ മേധാവി റൂഡോ ഹോസ്റ്റ് പതിവായി പാളയത്തിലെത്തും. സുന്ദരികളായ സ്ത്രീകളെ ഓരോരുത്തരായി ചോദ്യം ചെയ്യും. സോഫിക്കറിയാം ചോദ്യം ചെയ്യുക എങ്ങനെയാണെന്ന്. ഈശ്വര, ജർമ്മനിക്കെതിരെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ടും ആയിരക്കണക്കിന് ജൂതന്മാർ മരിച്ചിട്ടും ഞങ്ങൾ ഹിറ്റ്ലറെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തൊരു പരീക്ഷണമാണ്. പതിവ് പോലെ പരിവാരകർ തടങ്കൽ പാളയത്തിലേക്ക് എത്തി. തീവണ്ടി ഇപ്പോൾ പുറപ്പെടും. എല്ലാവരും ബ്രിക്കലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുക. ബ്രിക്കലയിലെത്തിയ തീവണ്ടിയിൽ നിന്ന് കുട്ടികൾ പരക്കം മാഞ്ഞു. ഒരു ജർമ്മൻ സൈന്യം കുട്ടികളെ ചവിട്ടി തെറിപ്പിച്ചു. എന്തൊക്കെ ചെയ്ത് എന്റെ കുട്ടികളൊന്നും ചെയ്യരുത്, കുട്ടികളൊന്നും ചെയ്യരുത്. മേധാവി സോഫിയുടെ അടുത്തേക്ക് എത്തി. സോഫി, ഡോണ്ട് ക്രൈ. നിങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ ഇവർ ലോകത്തിന് പോലും ആവശ്യമില്ലാത്തവരാണ്. അതാ നോക്കൂ, അതാണ് ബ്രിക്കല. ഇവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കാനാണ് പോകുന്നത്. ദൈവം തന്നെ എന്തെയും അവരോടൊപ്പം അയക്കൂ പ്ലീസ്. സോഫി, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം.
കണ്ണടച്ച് വിരൽ ചൂണ്ടിയെത്തിയത് ജാനിലേക്ക്. ജാൻ മുന്നോട്ടേക്ക് ഓടി. ഇവയെ അവർ പിടിച്ചുകൊണ്ട് പോയി. അതോ ഗ്യാസ് ചേമ്പറിലേക്ക്. സൂര്യനും ചന്ദ്രനും താരങ്ങളും ആയിരമായിരവേദികളും സത്യവും സർഗീയ ചിന്തകളും എന്തിനു തന്നു പ്രഭാതമയം. അമ്മേ, വിശക്കുന്നമ്മേ, എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നമ്മേ, എന്റെ പാവക്കുട്ടിക്ക് വിശക്കുന്നു. ലോകം കണ്ട ഏറ്റവും കരുണാനിധിയായ കരച്ചിൽ. ഇവക്കറിയില്ലല്ലോ അവൾ പോകുന്നത് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിലേക്കാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടുനിറങ്ങിയും ജീവിച്ചപ്പോൾ മറ്റൊരിടത്ത്